നമസ്കാരം. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വെറും വട്ടപൂജ്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത കോട്ടയായി അറിയപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് റായ്ബറേലി. സോണിയാഗാന്ധി ജയിച്ചു വന്ന മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. എന്റെ മകനെ നിങ്ങൾക്ക് വിട്ടുതരുന്നുവെന്ന് റായ്ബറേലിയിലെ ജനങ്ങളോട് സോണിയാഗാന്ധി പ്രസംഗിച്ചു എന്നത് വാർത്തയാക്കാൻ ചില പത്രങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല റായ്ബറേലിയിലെ അടിയൊഴുക്ക് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പര്യടനത്തിനെത്തിയ രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾ നിസ്സഹകരണത്തോടെ നിന്നു എന്ന വാർത്തയാണ്. റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ എത്തിയ രാഹുൽ ഗാന്ധിയുടെ മുഖത്തു നോക്കി ഗോ ബാക്ക് രാഹുൽ ഗാന്ധി, ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ മുഴക്കി എന്നതാണ് വാർത്ത. ജനങ്ങളുടെ ഈ പ്രതികരണം കണ്ട് രാഹുൽ ഗാന്ധി തന്നെ അമ്പരന്നു. അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിച്ച കോൺഗ്രസിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിലും ഹിന്ദുക്കൾക്ക് വിദ്വേഷമുണ്ട്. അതാണ് ഉത്തർപ്രദേശിലെ മണ്ഡലമായ റായ്ബറേലിയിലും പ്രതിഫലിച്ചത്. രാഹുലും സംഘവും ഏതായാലും നാണം കേട്ട് ഓടേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിന്റെ ഒരു ചെറിയ നേർചിത്രം മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അറിഞ്ഞത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കൈയും കൂപ്പി നിൽക്കുന്ന കാലമൊക്കെ മാറി. ഇനി ഇതുപോലെ ജനങ്ങൾ ഓടിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും കോൺഗ്രസിന് നല്ലത്. ജനങ്ങളുടെ വിശ്വാസത്തെ അപമാനിക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം കൈയും കെട്ടിപ്പോകുന്ന ഏർപ്പാട് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ ഇതും ചെയ്യും, ഇതിലപ്പുറവും ചെയ്യും. വോട്ട് ചോദിക്കാൻ പോയ സ്ഥലത്തിൽ നിന്നൊക്കെ രാഹുലിന്റെ ഈ ഓട്ടം ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കാരണം ജനങ്ങളൊക്കെ ഇതേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. കോൺഗ്രസിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതാണ് സത്യം. കോൺഗ്രസ് തിരസ്കരിച്ച കാര്യം കൊണ്ട് തന്നെ ജനങ്ങൾ കണക്കിന് കൊടുത്തു എന്ന് വേണം പറയാൻ. തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ദൃശ്യം വോട്ട് ചോദിക്കാൻ പോയ CPM കോൺഗ്രസ് പ്രവർത്തകരെ ജനങ്ങൾ ഓടിക്കുന്നതാണ്. ഏതായാലും ഇതിൽ നിന്നെങ്കിലും വിലയിരുത്തുക നിങ്ങളെ ജനങ്ങൾക്ക് വേണ്ട എന്ന്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.